ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഗുലാബ് ജാമുൻ ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇതിനായിക്കൊണ്ട് 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്ത പീസുകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പിച്ചെടുക്കുക. ബ്രെഡിന് പുറമെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് പറയാം. ബ്രെഡ് കുഴച്ചെടുക്കാൻ വേണ്ടി 1/2 കപ്പ് മിൽക്ക് വേണം. പിന്നെ 1 ടീസ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇത്രയും സാധനം നമുക്ക് വേണം. ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കുകയാണ്. 1 കപ്പ് ഷുഗറിന് 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. രണ്ട് 3 മിനിറ്റ് കൊണ്ട് തന്നെ ഷുഗർ സിറപ്പ് തിളച്ച് വരാൻ തുടങ്ങി. പിന്നെ അത് അങ്ങനെ കുറുകി വരേണ്ട ആവശ്യമൊന്നുമില്ല. തൊടുമ്പോഴങ്ങനെ ഒട്ടി നൂൽപ്പരുവൊന്നും വേണ്ടിയില്ല. സോറി, പറയാൻ വിട്ടുപോയി. 1 പിഞ്ച് നമുക്ക് സാഫ്രൻ, അതായത് കുങ്കുമപ്പൂ ആവശ്യമുണ്ട് നമ്മുടെ സിറപ്പിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. അതില്ലെങ്കിൽ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താലും മതി, അല്ലെങ്കിൽ ഒരു തുള്ളി കളർ ചേർത്താലും മതി. 5-6 ഇതളേ വേണ്ടുള്ളൂ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പിലേക്ക് റോസ് വാട്ടർ, 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഒന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡൊന്ന് കുഴച്ചെടുക്കണം. അര കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തു, കുഴച്ചു. അതിലൂടെ ഇപ്പോൾ 1 ടീസ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി കുഴച്ചെടുത്ത ശേഷം കയ്യിൽ നെയ്യ് തടവിയിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ജാമുൻ ബോൾസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഗീയിലാണ് ഫ്രൈ ചെയ്യുന്നത്. ബ്രെഡ് പീസിനെ കൊണ്ടുള്ള ഗുലാബ് ജാമുൻ കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കാണുന്ന പൊടികൾ സാഫ്രൻ്റെയാണ്. സോറി, കോൾഡ് കാരണം എൻ്റെ സൗണ്ട് കുറച്ച് ക്രാക്കിയാണ്. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഗുലാബ് ജാമുൻ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.